ഗിയർ ചേഞ്ച് ആവുന്നില്ലായിരുന്നു. 10ന്റെ സ്പാനർ ഞാനിപ്പോൾ എൻ്റെ വണ്ടിയിൽ സ്ഥിരമായിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് പ്രശ്നങ്ങളുടെ പരിപാടിയായിരുന്നു. ചില സമയത്ത് സ്ക്രീൻ ബ്ലാങ്ക് ആയി പോകും. സർവീസ് സെന്ററിൽ ഏകദേശം ഒരു 6 ദിവസത്തോളം കടന്നു. നമസ്കാരം, എൻ്റെ പേര് മരീന. കോട്ടയം ജില്ലയിൽ ഉഴൂർ എന്ന സ്ഥലത്താണ്. ഞാൻ എറണാകുളത്ത് ഇൻഫോ പാർക്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. കഴിഞ്ഞ മാസം മെയ് 15-ന് ടാറ്റ പഞ്ച് EV ഞാൻ ഗോകുലം മോട്ടോഴ്സ് തൊടുപുഴയിൽ നിന്ന് മേടിക്കുകയുണ്ടായി. അത് അന്ന് മുതൽ ഇന്ന് വരെ, അതായത് ജൂൺ മാസം 11-ാം തീയതി വരെയുള്ള എൻ്റെ അനുഭവമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വാഹനം വാങ്ങിയതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എനിക്ക് ഓഫീസിൽ പോകേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഉഴവൂരിൽ നിന്ന് എറണാകുളം വരെ പോയി വരിക എന്നുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഈ കാർ മേടിച്ച് പിറ്റേ ദിവസം, അതായത് മെയ് 16-ാം തീയതി രാവിലെ ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞ് എനിക്കൊരു കോൾ വന്ന് ഞാൻ വണ്ടി സൈഡിൽ നിർത്തി പാർക്ക് മോഡിലേക്ക് ഇട്ടു. അതിനുശേഷം വണ്ടി ഗിയർ ചേഞ്ച് ആവുന്നില്ലായിരുന്നു. അത് ഡ്രൈവിലേക്കോ റിവേഴ്സിലേക്കോ വണ്ടി മാറുന്നില്ല. ന്യൂട്രലിലും പാർക്കിലും മാത്രമായിട്ട് സ്റ്റക്കായിരിക്കുകയായിരുന്നു. അന്നേരം ഞാൻ പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിനെ വിളിച്ചു. വീടിനടുത്തായ കാരണം ഹസ്ബൻഡ് പെട്ടെന്ന് തന്നെ വന്നു. ഹസ്ബൻഡ് വന്ന് വണ്ടി ഡെലിവറി ചെയ്ത സെയിൽസ് എക്സിക്യൂട്ടീവിനെ വിളിച്ചു. അപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞത് അത് സോഫ്റ്റ്വെയർ ഇഷ്യൂ ആയിരിക്കും, നിങ്ങൾ ബാറ്ററി റീകണക്ട് ചെയ്താൽ മതി, ഡിസ്കണക്ട് ചെയ്ത് റീകണക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഒരു 10ന്റെ സ്പാനർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് റീകണക്ട് ചെയ്താൽ മതി, അന്നേരം വണ്ടി ഓടിക്കോളും എന്നാണ് അവർ പറഞ്ഞത്. റീകണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഗിയർ ഷിഫ്റ്റിന്റെ പ്രശ്നം മാറി. പക്ഷെ ഞാൻ അന്ന് വണ്ടിയായിട്ട് ഓഫീസിൽ പോയില്ല. ഞാൻ സർവീസ് സെന്റർ അവരെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു അവർ സർവീസ് ടീമിനെ ആയിട്ട് വന്ന് ഈ പ്രശ്നം സോൾവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അന്ന് തന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവരും അവരുടെ സർവീസ് ടീമും കൂടെ വന്ന് തൊടുപുഴയുള്ള സർവീസ് സെന്ററിൽ കൊണ്ടുപോയി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയെന്ന് പറഞ്ഞു. വൈകുന്നേരം വണ്ടി തിരിച്ച് വീട്ടിൽ ഡെലിവറി ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഒരു 10ന്റെ സ്പാനർ ഞാനിപ്പോൾ എൻ്റെ വണ്ടിയിൽ സ്ഥിരമായിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ വണ്ടിയായിട്ട് ജോലിക്ക് പോയപ്പം ഇൻഫോ പാർക്കിൻ്റെ എൻട്രൻസിൽ ഞാനിത് പാർക്ക് മോഡിലേക്ക് ഇട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അതിനുശേഷം ഞാൻ ഡ്രൈവിലേക്ക് ഇട്ടിട്ട് വണ്ടി മുമ്പോട്ട് എടുക്കാൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും പിന്നെ പ്രശ്നം. പിന്നെ ഞാൻ ഇറങ്ങി 10ന്റെ സ്പാനറുമായിട്ട് ചാടി ഇറങ്ങി. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി എന്നെ ഹെൽപ്പ് ചെയ്ത് ഈ ഒരു ചെറിയ രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാക്കി. ഈ പുത്തൻ വണ്ടിയായിട്ട് പോയ ഞാൻ അങ്ങനെ ഈ വണ്ടിയിൽ സ്പാനറൊക്കെ ആയിട്ടിട്ട് പണി നടത്തി നാണം കെടുക്കാനുണ്ടായത്. പിന്നീട് അങ്ങോട്ട് പ്രശ്നങ്ങളുടെ പരിപാടിയായിരുന്നു. മെയിനായിട്ട് ഞാൻ കണ്ട പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫർടൈൻമെന്റ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന കോൾ അത് ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ സ്ക്രീനിൽ കാണിക്കുകയും നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ കോൾ കട്ട് ചെയ്തതിന് ശേഷം അത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ നിന്ന് പോകത്തില്ല. അതിനുശേഷം നമ്മുടെ ഫോണിൽ വരുന്ന കോളുകളൊന്നും നമുക്ക് എടുക്കാനോ അല്ലെങ്കിൽ ഈ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ കാണിക്കുകയോ അതിനൊരു അലേർട്ട് വരികയോ ഒന്നും ചെയ്യത്തില്ല. ഈ ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിയുമ്പോഴത്തേനും സ്ക്രീൻ ഹാങ് ആകുകയും, ചില സമയങ്ങളിൽ സ്ക്രീൻ ഹാങ് ആകും, ചില സമയത്ത് സ്ക്രീൻ ബ്ലാങ്ക് ആയി പോകും. അങ്ങനെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം കംപ്ലീറ്റ്ലി ഹാങ് ആകുക, ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഒരു കംപ്ലീറ്റ് ഡിസാസ്റ്റർ ആയിട്ട് പിന്നീട് അങ്ങോട്ട് മാറുകയായിരുന്നു. ഒരു 30-40 കിലോമീറ്ററോളം ഈ ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്ത് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ടച്ച് വർക്കാകാതെ വരികയും ഹാങ് ആകുകയും ചെയ്ത പ്രശ്നങ്ങളുണ്ടായിരുന്നു. ടാറ്റ മോട്ടോഴ്സ് കസ്റ്റമർ കെയറിന് മെയിൽ അയച്ചു, ഗോകുലം മോട്ടോഴ്സിന് മെയിൽ അയച്ചു. അതിനുശേഷം അവർ വന്ന് വണ്ടി ആലുവയിലെ സർവീസ് സെന്ററിൽ കൊണ്ടുപോയി. ഈ ആലുവയിലെ സർവീസ് സെന്ററിൽ ഏകദേശം ഒരു 6 ദിവസത്തോളം കടന്നു. അങ്ങനെ എസ്കലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് 6 ദിവസത്തിന് ശേഷം മെയ് 26-ാം തീയതി വണ്ടി റീഇൻസ്റ്റോൾ ചെയ്ത് പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തന്നു. പക്ഷെ എന്നാൽ വീണ്ടും ഒരു 3-4-5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഈ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിന് കംപ്ലൈന്റുകൾ കാണിക്കുകയും ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്തപ്പോൾ ഞാൻ വീണ്ടും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഞാൻ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേനും ഗോകുലം മോട്ടോഴ്സ് എന്നുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്നത് ഇതെല്ലാം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോഴേക്കും മാറിക്കോളും എന്ന് പറയുന്നു. പക്ഷെ വണ്ടി ഓടുന്നുണ്ടല്ലോ എന്നുള്ള സമാധാനത്തിൽ കണ്ണടച്ച് വിട്ടു. പക്ഷെ ഇപ്പം വന്നിരിക്കുന്ന അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഞാൻ വണ്ടി ഓടിക്കുമ്പോഴേക്കും എനിക്ക് കാണിക്കുന്ന ഒരു ക്രിട്ടിക്കൽ അലേർട്ടാണ് EV സെറ്റിംഗ്സ്, മോട്ടോർ ടെമ്പറേച്ചർ ഹൈ, കോൺടാക്ട് സർവീസ് സെന്റർ ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ഇഷ്യൂ കണ്ടിട്ട് ഞാൻ സർവീസ് സെന്റർ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞത് ഇതൊരു ക്രിട്ടിക്കൽ അലേർട്ടാണ്, അപ്പം നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സർവീസ് സെന്ററിൽ കൊണ്ടുവരിക, അത് ഒട്ടും ആക്സിലറേഷൻ കൊടുക്കാതെ വണ്ടി നിങ്ങൾ എങ്ങനെയെങ്കിലും സർവീസ് സെന്ററിൽ കൊണ്ടുവരിക, അതല്ലെങ്കിൽ അവർ റിക്കവർ ചെയ്തോളാം എന്നാണ് പറഞ്ഞത്. ടാറ്റ ഒരു ഇന്ത്യൻ വണ്ടി ആയതുകൊണ്ടും 5 സ്റ്റാർ സേഫ്റ്റി ഉള്ളതുകൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഈ വണ്ടി എടുത്തു തന്നത്. പക്ഷെ ഈ വണ്ടി എടുത്തതിന് ശേഷം എനിക്ക് വഴി കിടന്നിട്ടുള്ള നാണക്കേട് മാത്രമേ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ലോങ് റേഞ്ച് വണ്ടിക്ക് 420 മൈലേജ് കമ്പനി പറയുന്നത്. പക്ഷെ എനിക്ക് ഞാൻ ഇതുവരെ ഈ വണ്ടി എക്കോ മോഡിൽ അല്ലാതെ ഓടിച്ചിട്ടില്ല. എന്നിട്ടും എനിക്ക് മാക്സിമം കിട്ടിയിരിക്കുന്ന ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ 240 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 250 കിലോമീറ്റേഴ്സ് ആണ് മാക്സിമം കിട്ടിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. ടാറ്റ മോട്ടോഴ്സിനും
ഗോകുലം മോട്ടോഴ്സിന് മെയിലുകൾ അയക്കുന്നുണ്ടെങ്കിലും എനിക്കൊരു പ്രോപ്പർ റെസ്പോൺസോ ഒരു പ്രോപ്പർ ആക്ഷനോ ഇതുവരെ ഈ 2 സൈഡിൽ നിന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഡിസപ്പോയിന്റഡ് ആണ് ഇവരുടെ 2 പേരുടെയും കസ്റ്റമർ സർവീസിൽ. ടാറ്റ JLR ടേക്ക് ഓവർ ചെയ്തതിനു ശേഷം അവരുടെ ഡിസൈൻ വൈസും വണ്ടികളും ഒക്കെ ഒത്തിരി മെച്ചപ്പെട്ടു എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ വണ്ടി എടുത്തത്. ഡീസൽ വണ്ടികളൊക്കെ നമ്മൾ പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊക്കെ 100% സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പക്ഷെ ഇലക്ട്രിക് വെഹിക്കിളിന്റെ കാര്യത്തിൽ നമ്മുടെ ഒരു അസംഷൻ തെറ്റിപ്പോയി. പല റിവ്യൂസും മോശമായി കണ്ടെങ്കിലും അതൊക്കെ ഓൾഡ് ജനറേഷൻ, ആദ്യം ഇറങ്ങിയ ജനറേഷൻ EVകളുടെ പ്രശ്നങ്ങളായിരുന്നു എന്നാണ് നമ്മളെ സെയിൽസ്മാൻമാരും പലരും പറഞ്ഞ് ധരിപ്പിച്ചത്. ആ ഒരു വിശ്വാസത്തിലാണ് എടുത്തത്. പക്ഷെ ഇനിയും EVയുടെ കാര്യത്തിൽ ടാറ്റ ഒത്തിരി മെച്ചപ്പെടാനുണ്ട്.